ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് എം ജെ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ KS എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ജോഗ്രഫി ക്ലാസ് വെച്ചാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്സ് ഇടുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് പറയുന്നത് യൂണിവേഴ്സ് എന്താണെന്നാണ്. അപ്പോൾ യൂണിവേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം. ദ യൂണിവേഴ്സ് ഈസ് ഇൻകോംപ്രിഹെൻസീവ്ലി ലാർജ് ഇൻ സൈസ് ആൻഡ് ഡയമെൻഷൻ. നമ്മുടെ പ്രപഞ്ചമെന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വലുതാണ്. അതിൻ്റെ വലിപ്പത്തിലും അതുപോലെ തന്നെ അളവിലുമൊക്കെ വളരെയധികം വലുതാണ്. യൂണിവേഴ്സ് ഈസ് എ വാസ്റ്റ് എൻഡ്ലെസ് സ്പേസ് വിച്ച് ഇൻക്ലൂഡ്സ് ഗാലക്സീസ്, സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് മാറ്റർ ആൻഡ് എനർജി ഇൻ ഇറ്റ്. ഇപ്പോൾ യൂണിവേഴ്സിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് എൻഡ്ലെസ് ആയിട്ടുള്ള സ്പേസ് ആണെന്നും പറയുന്നുണ്ട്. അതിനൊരു ബൗണ്ടറി ഒന്നും തന്നെ ഇല്ല, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ ഗാലക്സീസ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്. ഗാലക്സീസ് ആൻഡ് സ്റ്റാർസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണല്ലേ. സ്റ്റാർസ് കുറേ എണ്ണം ഉണ്ടെങ്കിലാണ് അത് ഗാലക്സി ആയിട്ട് മാറുക. അപ്പോൾ ഒരു ഗാലക്സിയിൽ സെവറൽ സ്റ്റാർസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം ബില്യൺസ് ഓഫ് സ്റ്റാർസ് ആയിരിക്കാം ഒരു ഗാലക്സിയിൽ ഉണ്ടാവുക. അപ്പോൾ ഗാലക്സീസ് അടങ്ങിയിട്ടുണ്ട്, സ്റ്റാർസ് അടങ്ങിയിട്ടുണ്ട്, പ്ലാനറ്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് മാറ്റർ ആൻഡ് എനർജി ഇൻ ഇറ്റ്. യൂണിവേഴ്സിലാണ് പ്ലാനറ്റ്സ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ സോളാർ സിസ്റ്റം ഒക്കെ പറയുമ്പോൾ പഠിക്കുന്നൊരു കാര്യമാണ് പ്ലാനറ്റ്സ്, അതുപോലെ തന്നെ സൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാനറ്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് മാറ്റർ ആൻഡ് എനർജി ഇൻ ഇറ്റ്. മറ്റ് ഫോംസ് ഓഫ് മാറ്റർ ഉണ്ട്, അതുപോലെ തന്നെ എനർജിയും ഉണ്ട്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിലും പറയാവുന്നതാണ് നമുക്ക്. ഇറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് എക്സിസ്റ്റ് ഫ്രം ദ ടൈനി സബatomic പാർട്ടിക്കിൾസ് ടു ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റേഴ്സ്, ദ ലാർജസ്റ്റ് സ്ട്രക്ചർ നോൺ. അപ്പോൾ വളരെ ചെറുതായിട്ടുള്ള സബatomic പാർട്ടിക്കിൾസ് തൊട്ട് വളരെ വലുതായിട്ടുള്ള ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റർ വരെ നമ്മുടെ യൂണിവേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റർ ആണ് ലാർജസ്റ്റ് ആയിട്ടുള്ള നോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റേഴ്സിനെ പറയുന്നത്. അതുവരെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ. അപ്പോൾ വളരെ ചെറുതായിട്ടുള്ള സബatomic പാർട്ടിക്കിൾസ് തൊട്ട് വളരെ വലുതായിട്ടുള്ള ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റർ വരെ അടങ്ങുന്ന ഒന്നാണ് നമ്മുടെ യൂണിവേഴ്സ്. അതുപോലെ നോബഡി നോസ് ഹൗ ബിഗ് ദ യൂണിവേഴ്സ് ഈസ്, but astronomers estimate that it contains about 100 billion galaxies, each comprising an average of 100 billion of stars. അപ്പോൾ ആർക്കും തന്നെ അറിയില്ല എത്രത്തോളം വലുതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്നുള്ളത്. അതിൻ്റെയൊക്കെ ഒരു എസ്റ്റിമേഷൻ മാത്രമാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ആസ്ട്രോണോമേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിൽ ഏകദേശം 100 ബില്യൺ ഓഫ് ഗാലക്സീസ് ഉണ്ട്. അപ്പോൾ 100 ബില്യൺ ഗാലക്സീസ് ആണ് യൂണിവേഴ്സിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോ ഗാലക്സിയിലും 100 ബില്യൺ ഓഫ് സ്റ്റാർസും ഉണ്ടായിരിക്കും. അപ്പോൾ ഗാലക്സി എന്ന് പറയുന്നത് തന്നെ ബില്യൺ ഓഫ് സ്റ്റാർസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 100 ബില്യൺ ഗാലക്സീസ് ഉണ്ടായിരിക്കും. ആ 100 ബില്യൺ ഗാലക്സീസിൽ ഓരോന്നിലും 100 ബില്യൺ ഓഫ് സ്റ്റാർസും ഉണ്ടായിരിക്കും. ആവറേജ് ആണ് പറയുന്നത്. ആവറേജ് ഓഫ് 100 ബില്യൺ സ്റ്റാർസും ഉണ്ടായിരിക്കും. Expanding universe. The evolutionary theory of the universe conforms to the principle that the distribution of galaxies is uniform in all directions throughout the space. നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ധാരാളം തിയറീസ് ഒക്കെ പഠിക്കാറുണ്ട്. ഫോർമേഷൻ ഓഫ് യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ട് കുറേ തിയറീസ് ഒക്കെ വരുന്നുണ്ട്. എവല്യൂഷണറി തിയറി, അതുപോലെ ഹൈപ്പോത്തസിസ് വരുന്നുണ്ട്, നെബുലാർ ഹൈപ്പോത്തസിസ്, ബിഗ് ബാങ് തിയറി, അങ്ങനെ ഒത്തിരി തിയറീസ് പഠിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. തുടർന്ന് വരുന്നുള്ള വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇത്രയും മാത്രം നോക്കാം. എവല്യൂഷണറി തിയറി എന്താണ് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗാലക്സീസ് ഇസ് യൂണിഫോം ഇൻ ഓൾ ഡയറക്ഷൻസ് ത്രൂ ഔട്ട് ദ സ്പേസ്. നമ്മുടെ സ്പേസിൽ ഗാലക്സിയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. എല്ലാ ഡയറക്ഷനിലോട്ടും യൂണിഫോം ആയിട്ടായിരിക്കും ഗാലക്സീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അണ്ടർ ദിസ് കോൺസെപ്റ്റ്, ടു ആൻ ഒബ്സർവർ ഫ്രം എനി ഗാലക്സി, ദ ആവറേജ് കോമ്പോസിഷൻ ഓഫ് ദ യൂണിവേഴ്സ് വുഡ് അപ്പിയർ ദ സെയിം.
അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, ഏതൊരു ഗാലക്സിയിൽ നിന്നും ഒബ്സർവ് ചെയ്താൽ കാണാൻ പറ്റുന്നത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ആവറേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം ഏതൊരു ഗാലക്സിയിൽ നിന്ന് ഒബ്സർവ് ചെയ്താലും യൂണിവേഴ്സിൻ്റെ ആവറേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അടുത്തതായിട്ട് ഗാലക്സീസിനെ കുറിച്ചിട്ട് കുറച്ച് കൂടുതൽ പറയുകയാണ്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓൾ ദോസ് ഒബ്ജക്ട്സ് ഷൈനിങ് ഇൻ ദ നൈറ്റ് സ്കൈ ആർ കാൾഡ് സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ സെലസ്റ്റിയൽ ബോഡീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആകാശഗോളങ്ങൾ എന്നാണ് നമ്മളത് ഇതിനെ പറയുക. അപ്പം നൈറ്റ് സ്കൈയിൽ ഉള്ള ഒബ്ജക്ട്സിനെ, ഷൈൻ ചെയ്യുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ സെലസ്റ്റിയൽ ബോഡീസ് എന്നാണ് പറയുന്നത്. ഓൾ ദോസ് ഒബ്ജക്ട്സ് ഷൈനിങ് ഇൻ ദ നൈറ്റ് സ്കൈ ആർ കാൾഡ് സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ ഗാലക്സി ഈസ് എ സിസ്റ്റം ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്, stellar remnants, interstellar gas, dust and dark matter. A galaxy contains several stars. നമ്മൾ പറഞ്ഞൊരു പോയിൻ്റാണ് സെവറൽ സ്റ്റാർസ്, അല്ലെങ്കിൽ മില്യൺസ് ഓഫ് സ്റ്റാർസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഗാലക്സി എന്ന് പറയുന്നത്. അതുകൂടാതെ എന്തൊക്കെയുണ്ടെന്നാണ് സ്റ്റെല്ലാർ റെമിനൻസ്, ഇൻ്റർസ്റ്റെല്ലാർ ഗ്യാസ്, അതുപോലെ തന്നെ ഡസ്റ്റ്, ഡാർക്ക് മാറ്റർ തുടങ്ങിയിട്ടുള്ളവയും ഗാലക്സിയിലുണ്ട്. A galaxy was formed by accumulation of hydrogen gas in the form of nebula. നെബുല എന്ന് പറയുന്നത് ഒരു വെരി ലാർജ് ക്ലൗഡിനെയാണ് നമ്മൾ നെബുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാലക്സി ഫോം ചെയ്തിട്ടുള്ളത് ഹൈഡ്രജൻ ഗ്യാസിൻ്റെ അക്യുമുലേഷനോട് കൂടിയാണ്. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് നെബുല. ആസ് നെബുല ഗ്രൂ, ഈ നെബുല ഗ്രൂ ചെയ്യുന്നതനുസരിച്ച് ഇറ്റ് ഡെവലപ്പ് ലോക്കലൈസ്ഡ് ഗ്യാസ് ലംപ്സ് വിച്ച് ഗോട്ട് കൺവേർട്ടഡ് ഇൻ ടു വേരിയസ് സ്റ്റാർസ്. അപ്പം അതെങ്ങനെയാണ് ഒരു സ്റ്റാറായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് ഹൈഡ്രജൻ ഗ്യാസിൻ്റെ അക്യുമുലേഷനാണ് നെബുല എന്ന ഫോമിലാവുന്നു. അതിനുശേഷം ഈ നെബുല ഗ്രൂ ചെയ്ത് അവിടെ ലോക്കലൈസ്ഡ് ഗ്യാസ് ലംസ് ഡെവലപ്പ് ചെയ്യുന്നു. അതിനെയാണ് പിന്നെ എന്താണ് സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റാറുകൾ കൂടി ചേർന്നാണ് ഒരു ഗാലക്സി ഫോം ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദ മിൽക്കി വേ ഗാലക്സി ഇസ് ദ ഗാലക്സി ദാറ്റ് കണ്ടെയ്ൻസ് അവർ സോളാർ സിസ്റ്റം. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം കണ്ടെയ്ൻ ചെയ്യുന്ന ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ ഗാലക്സി. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഒരു ചക്രം കറങ്ങുന്നത് പോലെയുള്ള ഒരു ഷേപ്പാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്കുള്ളത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു ഗാലക്സിയെ നമ്മൾ സ്പൈറൽ ഗാലക്സി എന്നാണ് പറയുന്നത്. ഗാലക്സിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഏതൊക്കെ ടൈപ്പ് എലിപ്റ്റിക്കൽ ഗാലക്സി ഉണ്ട്, സ്പൈറൽ ഗാലക്സി ഉണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഗാലക്സികളുണ്ട്. റെഗുലർ ഗാലക്സി, ഇറഗുലർ ഗാലക്സി അങ്ങനെ പറഞ്ഞിട്ട് വിവിധ തരത്തിലുള്ള ഗാലക്സീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും മാത്രം നോക്കുക. മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം കണ്ടെയ്ൻ ചെയ്യുന്ന ഗാലക്സിയാണ്. അതിനെ മലയാളത്തിൽ ക്ഷീരപഥം എന്നാണ് പറയുന്നത്. ഇതൊരു സ്പൈറൽ ഗാലക്സിയാണ്. അതിൻ്റെ ആ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് പറയുന്നത്. മിൽക്കി വേ ഗാലക്സി ഒരു സ്പൈറൽ ഗാലക്സിയാണ്. ദെൻ അടുത്തൊരു ഗാലക്സിയെക്കുറിച്ചും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ആൻഡ്രോമെഡ ഗാലക്സിയാണ്. M31 എന്ന് ഇതിനെ പറയും. ഈ ഒരു ഗാലക്സിയാണ് ക്ലോസസ്റ്റ് ഗാലക്സി ടു മിൽക്കി വേ. മിൽക്കി വേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗാലക്സിയാണ് ഈ ആൻഡ്രോമെഡ ഗാലക്സി എന്ന് പറയുന്നത്. അതിൻ്റെ പേര് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇത് സ്പൈറൽ ഗാലക്സി തന്നെയാണ്. അപ്പം മിൽക്കി വേ ഗാലക്സിയും സ്പൈറൽ ഗാലക്സിയാണ്. അതുപോലെ തന്നെ ആൻഡ്രോമെഡ ഗാലക്സിയും സ്പൈറൽ ഗാലക്സിയാണ്. ഈ രണ്ട് പേരുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ മിൽക്കി വേ ഗാലക്സി. അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സോളാർ സിസ്റ്റം കണ്ടെയ്ൻ ചെയ്യുന്ന ഗാലക്സിയാണ്. അതുപോലെ തന്നെ സ്പൈറൽ ഗാലക്സിയാണ്. മലയാളത്തിൽ ക്ഷീരപഥം എന്ന് പറയും. രണ്ടാമത് പഠിക്കേണ്ട പേര് ആൻഡ്രോമെഡ ഗാലക്സി. M31 എന്നുള്ള പേരും കൂടി പഠിക്കുക. ആൻഡ്രോമെഡ ഗാലക്സിയാണ് M31 എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് സ്പൈറൽ ഗാലക്സി ടു മിൽക്കി വേ. അടുത്തതായിട്ട് സോളാർ സിസ്റ്റം. അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ പോലെയാണ് പറയുന്നത്. സോളാർ സിസ്റ്റം നമുക്കറിയാം. സോളാർ സിസ്റ്റത്തിന് 8 പ്ലാനറ്റ്സ് വിത്ത് സൺ ആസ് എ സ്റ്റാർ ആണ് ഉള്ളത്. അപ്പോൾ സണ്ണും ഒരു സ്റ്റാറാണ്. അപ്പം മിഡിൽ അതായത് സെൻട്രൽ പോർഷനിൽ സണ്ണാണുള്ളത്. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ സണ്ണാണുള്ളത്. അതിന് ചുറ്റുമായിട്ട് 8 പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ഈ 8 പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ 8 പ്ലാനറ്റ്സ് ആണുള്ളത്. നേരത്തെ 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ നവഗ്രഹങ്ങൾ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. പ്ലൂട്ടോവിനെ 2006 പ്ലൂട്ടോ മാറിയതോടുകൂടി ഇപ്പോൾ 8 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. ഓൾസോ മൂൺസ്, ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ് ആൻഡ് മീറ്റിയോറോയിഡ്സ് ദാറ്റ് റിവോൾവ് ഇറ്റ്. അപ്പോൾ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം മൂണുണ്ട്, ദെൻ ആസ്ട്രോയിഡ് ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്, ദെൻ മീറ്റിയോറോയിഡ്സ് ഉണ്ട്. ഇവയെല്ലാം റിവോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാഡ് ഫോംഡ് 5 to 5.6 ബില്യൺ ഇയേഴ്സ് എഗോ. ഇത് ഫോം ചെയ്ത ഒരു ഏകദേശം ഇയർ പറയുന്നുണ്ട്. 5 തൊട്ട് 5.6 ബില്യൺ ഇയേഴ്സ് എഗോയാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന സണ്ണാണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ ഏർലിയർ എർത്ത് വാസ് കൺസിഡേർഡ് ടു ബി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. മുൻപാണെന്നുണ്ടെങ്കിൽ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എർത്തായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. എർത്താണ് സെൻട്രലെന്നാണ് കൺസിഡർ ചെയ്തിരുന്നത്. ദെൻ സൺ എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് ബോഡിയാണ്. സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം സണ്ണാണ്. അതുപോലെ തന്നെ ലാർജസ്റ്റ് ബോഡി ഇൻ ദ സോളാർ സിസ്റ്റവും സണ്ണാണ്. ദെൻ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ in fixed elliptical paths known as orbits. So the planets revolve around the sun in fixed elliptical path. എങ്ങനെയാണ് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്? ഫിക്സഡ് ആയിട്ടുള്ള എലിപ്റ്റിക്കൽ ആയിട്ടുള്ള പാത്തിലൂടെയാണ്. ആ ഒരു ഷേപ്പാണ്, എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നത്. അതിനെയാണ് പറയുന്നത് ഓർബിറ്റ്സ് എന്ന്. ഓക്കെ, പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ഫിക്സഡ് എലിപ്റ്റിക്കൽ പാത്ത്. അതിനെയാണ് ഓർബിറ്റ്, ആ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി ആ 8 പ്ലാനറ്റ് ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം. മെർക്കുറി, ഈ ഒരു ഓർഡറിനാണ് കേട്ടോ നമ്മൾ പഠിക്കേണ്ടത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇപ്പോൾ പ്ലൂട്ടോ ഇല്ല, അതുകൊണ്ട് നെപ്റ്റ്യൂൺ വരെയുള്ളൂ. ഈ ഒരു കറക്റ്റ് ഓർഡറിനെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കുക. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് ഗാലക്സി, സോളാർ സിസ്റ്റം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും എടുക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.